നമ്മൾ അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത് തുഗ്ലക് രാജവംശമായിരുന്നു. അപ്പോൾ തുഗ്ലക് രാജവംശത്തെക്കുറിച്ച് പറയുമ്പോൾ തുഗ്ലക് രാജവംശം 1320 മുതൽ 1414 വരെ ഭരിച്ചിരുന്ന രാജവംശമാണ് തുഗ്ലക് രാജവംശം. ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്ന ഖിൽജി രാജവംശത്തിൻ്റെ അവസാനത്തെ രാജാവിനെ വധിച്ചുകൊണ്ട് ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ് തുഗ്ലക് രാജവംശത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അതിൽ ഓർക്കേണ്ട കാര്യം, ഡൽഹി സുൽത്താനേറ്റിലെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിരുന്ന തുഗ്ലക് രാജവംശം ആണ്. ഏറ്റവും കുറവ് കാലം ഖിൽജി ആണെന്നും ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് തുഗ്ലക് ആണെന്നും 1320 മുതൽ 1414 വരെയാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൽ സ്ഥാപകൻ ആരായിരുന്നു? ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. സോ ഗിയാസുദ്ദീൻ തുഗ്ലക്ക് 1320 മുതൽ 1325 വരെ 5 വർഷമേ ഭരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹമാണ് തുഗ്ലക് രാജവംശത്തെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഗാസി മാലിക് എന്നാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഗാസി മാലിക് എന്നായിരുന്നു. അദ്ദേഹം ആക്ച്വലി ബംഗാൾ വിജയത്തിന് ശേഷം മടങ്ങവേ തടിപ്പന്തലിൽ തകർന്നു വീണാണ് മരിച്ചതെന്ന് ഓർത്തിരിക്കുക. അദ്ദേഹമാണ് തുഗ്ലക്കാബാദ് എന്ന് പറയുന്ന കോട്ട പണി കൽപ്പിച്ചത് എന്നുകൂടി ഓർത്തിരിക്കുക. അപ്പം തുഗ്ലക് രാജവംശത്തിൻ്റെ സ്ഥാപകനാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്ക് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് തുഗ്ലക്കാബാദ് എന്ന് പറയുന്ന കോട്ട പണി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം തടിപ്പന്തലിൽ വീണ് മരിക്കുകയും ചെയ്തു. ഇതേപോലെ തന്നെയായിരുന്നു നമുക്കറിയാം, ഇതിന് മുമ്പുണ്ടായിരുന്ന രാജവംശമാണ് ഖിൽജി രാജവംശം. അതിൻ്റെ സ്ഥാപകനായിരുന്നു ജലാലുദ്ദീൻ ഖിൽജി. അദ്ദേഹം ഒരു 6 വർഷം എങ്ങാണ്ട് ഭരിച്ചു എന്ന് തോന്നുന്നു. പക്ഷെ അതും അദ്ദേഹത്തിൻ്റെ മരുമോനായിട്ടുള്ള അലാവുദ്ദീൻ ഖിൽജിയാണ് വധിച്ചിട്ട് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ സ്ഥാപകന്മാരൊക്കെ എപ്പോഴും കുറച്ച് വർഷം ഭരിക്കുമെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കണം മുഹമ്മദ് ബിൻ തുഗ്ലക്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, തുഗ്ലക് പരിഷ്കാരങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നതാണ് ഈ മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് പറയുന്നത്. മുഹമ്മദ് ബിൻ തുഗ്ലക് വന്നിട്ട് 1325 മുതൽ 1351 വരെയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. 1325 മുതൽ 1351 വരെയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ പഠിച്ചിരിക്കുക. ബുദ്ധിമാനായ വിഡ്ഢി എന്നാണ് വിൻസെന്റ് സ്മിത്ത് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അപ്പം വിൻസെന്റ് സ്മിത്ത് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ബുദ്ധിമാനായ വിഡ്ഢി എന്നായിരുന്നു. ലെയ്ൻ പൂൾ അദ്ദേഹത്തെ പറഞ്ഞത് വിപരീതങ്ങളുടെ മിശ്രിതം എന്നാണ്. ലെയ്ൻ പൂൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞത്. ഇബനു ബത്തൂത്ത വന്നിട്ട് പറഞ്ഞത് നിർഭാഗ്യവാനായ ആദർശവാദി എന്നാണ്. എഡ്വേർഡ് തോമസ് പറഞ്ഞത് നാണയ നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്നാണ്. ഇത്രയും പേര് പഠിച്ചിരുന്ന ഇത് വെച്ചിട്ടാണ് ബാക്കി നമുക്ക് പോയിന്റ്സ് ലിങ്ക് ചെയ്ത് പഠിക്കാം. അപ്പം ബുദ്ധിമാനായ വിഡ്ഢി എന്ന് പറഞ്ഞത് വിൻസെന്റ് സ്മിത്ത് ആണ്. വിപരീതങ്ങളുടെ മിശ്രിതം എന്ന് പറഞ്ഞത് ലെയ്ൻ പോളാണ്. നിർഭാഗ്യവാനായ ആദർശവാദി എന്ന് വിളിച്ചത് ഇബനു ബത്തൂത്തയാണ്. നാണയ നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്ന് വിളിച്ചത് എഡ്വേർഡ് തോമസ് ആണ് എന്നുകൂടി ഓർത്തിരിക്കും. എന്തുകൊണ്ടായിരിക്കും ഇത്രയും നല്ല രാജാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ ഒരാൾക്ക് വിളിക്കാൻ കാരണം വേറൊന്നും കൊണ്ടെന്നല്ല. അദ്ദേഹത്തിന് നമ്മൾ ഈ വിൻസെന്റ് സ്മിത്ത് ബുദ്ധിമാനായ വിഡ്ഢി എന്നൊക്കെ പറയാൻ കാരണം അദ്ദേഹം തീരുമാനമൊക്കെ നല്ലതായിരുന്നു. പക്ഷെ ഇത്രയും നല്ല തീരുമാനം എടുത്താൽ പോലും അതൊക്കെ സത്യം പറഞ്ഞാൽ ഫ്ലോപ്പായി പോവുക ചെയ്യുന്നത്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ആക്ച്വലി ഡൽഹി സുൽത്താൻ്റെ തലസ്ഥാനം എവിടെയായിരുന്നു? ദില്ലിയായിരുന്നു. ഈ തലസ്ഥാനം ദില്ലിയിൽ നിന്നും ദേവഗിരിയിലേക്ക് ആര് മാറ്റി? നമ്മളുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് മാറ്റി. ഈ ദേവഗിരി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഓർക്കാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു. നമ്മളുടെ അലാവുദ്ദീൻ ഖിൽജിയുടെ സമയത്ത് തെക്കൻ ഏഷ്യയിൽ കീഴടക്കിയിട്ടുള്ള സ്ഥലമാണ് ദേവഗിരിനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ സേനാധിപതി കീഴടക്കിയ സ്ഥലമാണ്. സേനാധിപതിയുടെ പേര് ഞാൻ സേനാധിപതി കീഴടക്കിയെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ദേവഗിരിയിലേക്ക് ഈ തലസ്ഥാനം ആര് മാറ്റി? ദില്ലിയിൽ നിന്നും ദേവഗിരിയിലേക്ക് ആരായിരുന്നു? മുഹമ്മദ് ബിൻ തുഗ്ലക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഓർത്തിരിക്കുക. ആ ദേവഗിരിക്ക് ദൗലത്താബാദ് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നെന്നും കൂടെ ഓർത്തിരിക്കുക. എന്തുകൊണ്ടാണ് അവർ ഈ ദേവഗിരിയിലേക്ക് മാറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ സമയത്താണ് ഈ രാജ്യം ഭയങ്കരമായിട്ട് വിസ്തീർണം കുറച്ച് കൂടുതലുണ്ടായിരുന്ന സമയം ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ സമയത്താണ്. അപ്പോൾ ഈ സാമ്രാജ്യത്തിന് ഇത്രയും വിസ്തീർണം വന്നപ്പോഴത്തേക്കും ഇദ്ദേഹം എന്ത് ചെയ്തു? ഭരിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിനെ പ്രവിശ്യകളായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 23 പ്രവിശ്യകൾ ഉണ്ടാകുകയും അതിൽ 23ാമത്തെ പ്രവിശ്യയായിരുന്നു ദേവഗിരി എന്ന് പറയുകയും അങ്ങനെയാണ് തലസ്ഥാനം എന്തായിട്ട് മാറ്റിയത്? ദേവഗിരി ആയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഒരു മണ്ടൻ തീരുമാനമായി പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തലസ്ഥാനത്ത് നിന്നും ഈ ഡൽഹി തലസ്ഥാനത്ത് നിന്നും എല്ലാവരും ദേവഗിരിയിലേക്ക് മാറിയ സമയത്ത് പോകുന്ന വഴി കുറേ ആൾക്കാർ വേനൽ സമയമൊക്കെ ആയതുകൊണ്ട് കുറേ ആൾക്കാർ മരണപ്പെടുകയും കുതിരകൾക്കൊക്കെ എന്തൊക്കെ അപായം സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്രയും നാശനഷ്ടം സംഭവിച്ചത് കൊണ്ട് പിന്നെ
എന്ത് തിരിച്ചു വന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോഴത്തേക്കും കുറേ അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ബുദ്ധിമാനായ വിഡ്ഢിയെന്നോ അല്ലെങ്കിൽ വിപരീതങ്ങളുടെ മിശ്രിതമെന്നോ അല്ലെങ്കിൽ നിർഭാഗ്യവാനായ ആദർശവാദി എന്നോ എന്നൊക്കെ വിളിക്കുന്നുണ്ടാവും. ഇനി അടുത്തെന്ന് പറയുന്നത് ഇനി ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമുക്കിനി പഠിക്കാനുണ്ട് വിജയനഗര സാമ്രാജ്യവും ബഹ്മിനി സാമ്രാജ്യം സുൽത്താനേറ്റ്സ് ഉണ്ടാവാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ വിജയനഗര സാമ്രാജ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 1336 ഏത് വർഷം 1336 വിജയനഗര സാമ്രാജ്യം ഉണ്ടാകുന്നതും അതോടൊപ്പം തന്നെ 1347 ബഹ്മിനി സുൽത്താനേറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ സമയത്താണ് ഈ സാമ്രാജ്യം ഭയങ്കര വിസ്തീർണമായിട്ട് ഇത്രയും വിസ്തീർണമായ സാമ്രാജ്യമായതുകൊണ്ട് തന്നെ അതിൻ്റെ ബോർഡറിലൊക്കെ ഉള്ള സ്ഥലങ്ങൾ അത്ര കണ്ട് അങ്ങ് ഫോക്കസ് ചെയ്യാൻ ആർക്ക് പറ്റിയില്ല, നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് പറ്റിയില്ല. അപ്പോൾ പയ്യെ അവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവരെന്തായിട്ടൊരു സാമ്രാജ്യമായിട്ട് മാറി. അങ്ങനെയാണ് 1336 വിജയനഗര സാമ്രാജ്യവും 1347 വന്നിട്ട് ബഹ്മിനി സുൽത്താനേറ്റ് വന്നത്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് എഡ്വേർഡ് തോമസ് പറഞ്ഞതാണ് നാണയ നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടയാള നാണയങ്ങൾ എന്ന് പറയുന്ന ടോക്കൺ കറൻസി സിസ്റ്റം കൊണ്ടുവന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ആണെന്ന് ഓർത്തിരിക്കുക. ഇത് ആക്ച്വലി ലോകത്ത് ആദ്യമായിട്ട് കൊണ്ടുവന്ന ചൈനയിലാണ്. കുബ്ലായ് ഖാൻ ആണ് ചൈനയിൽ കൊണ്ടുവന്നത്. കുബ്ലായ് ഖാൻ ആണ് ചൈനയിൽ കൊണ്ടുവന്നത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ടോക്കൺ കറൻസിക്ക് എന്താണ് സംഭവിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് സ്വർണവും വെള്ളി നാണയങ്ങൾക്ക് പകരം ചെമ്പ് നാണയങ്ങളോ വെങ്കലം നാണയങ്ങളൊക്കെ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ടോക്കൺ കറൻസി സിസ്റ്റം വന്ന സമയത്ത് എന്ത് സംഭവിച്ചു, അതിന് ഡീമെറിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വ്യാജ നാണയങ്ങൾ ഒരുപാട് കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിപണിയിൽ വന്നിട്ട് വ്യാജ നാണയങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ നാണയങ്ങൾക്ക് മൂല്യമിണ്ടാതാകുകയും അങ്ങനെ മൂല്യം ഇടിയുകയും അങ്ങനെ വന്നപ്പോഴത്തേക്ക് വിദേശ വ്യാപാരികൾ വന്നിട്ട് ഈ ചെമ്പ് നാണയങ്ങളൊന്നും സ്വീകരിക്കാതെ വന്നപ്പോഴത്തേക്ക് സമ്പദ് വ്യവസ്ഥ ആകമാനം അങ്ങ് അടപടലം തകർന്നു പോവുകയും അങ്ങനെ എന്ത് സംഭവിച്ചു, നമ്മളുടെ അവിടെ മൊത്തം ദാരിദ്ര്യം വരികയും ചെയ്തു. അപ്പോൾ നല്ലൊരു ഉദ്ദേശത്തിനാണ് അദ്ദേഹം എന്ത് കൊണ്ടുവന്നത്, അടയാള നാണയങ്ങളുടെ ടോക്കൺ ഇറച്ചി കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ നാണയങ്ങളുടെ രാജകുമാരൻ എന്നൊക്കെ വിളിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും ആ നാണയങ്ങൾ കൊണ്ടുവന്നത് എന്തായില്ല, അത് വർക്കൗട്ട് ആയില്ല. എന്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ തീരുമാനം അത് മണ്ടത്തരമായി മാറി. അത് എന്തുകൊണ്ടെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. അത് എപ്പോഴും ഹിസ്റ്ററി പറയുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ഇത്രയും നല്ലൊരു രാജകുമാരൻ, ഇത്രയും നല്ല അറിവുള്ള ഒരു ബുദ്ധിമാനായിട്ടുള്ള രാജാവിന് എന്തുകൊണ്ട് ഒരു സക്സസ്ഫുൾ ആവാൻ പറ്റിയില്ല എന്നുള്ള ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും ഓക്കെ അല്ലേ? ഇനി നമുക്ക് അത് ലിങ്ക് ചെയ്തൊരു കാര്യം പറയാം. അവിടെ മൊത്തം ദാരിദ്ര്യമായിരുന്നു അല്ലേ. അപ്പോൾ ദാരിദ്ര്യമായതുകൊണ്ട് തന്നെ ഇത് ആക്ച്വലി അങ്ങനെ അല്ല, നമുക്ക് ഓർക്കാൻ എളുപ്പത്തിൽ പറയുന്നതാണ്, വീണ്ടും വീണ്ടും പറയാം. ദാരിദ്ര്യമായ കൃഷിയൊക്കെ നമുക്ക് മേൽപോട്ട് കൊണ്ടുവരാനായിട്ട് അദ്ദേഹം കൃഷിക്ക് വേണ്ടിയിട്ട് ഒരു വകുപ്പായിട്ടുള്ള ദിവാനി കോഫി കൊണ്ടുവന്നു. അപ്പോൾ കോഫി നമുക്കറിയാം, കോഫി കൃഷിയുമായി ബന്ധപ്പെട്ട. അപ്പോൾ ദിവാനി കോഫി എന്ന് കേട്ടാൽ നമുക്കറിയാം കൃഷിയാണെന്ന് അറിയാം. പിന്നെ ഇത് ഏത് രാജാവിൻ്റെ കാലത്ത് വെച്ചിട്ട് കൺഫ്യൂഷൻ വരുന്നുണ്ടാവുന്നത്. ഏത് രാജാവിൻ്റെ കാലത്ത് തന്നെ പട്ടിണി വന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ പരിഷ്കാരങ്ങൾ കാരണമാണ്. അപ്പോൾ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ സമയത്ത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഉണ്ടാക്കിയ വകുപ്പാണ് എന്താണ് ദിവാനി കോഫി എന്ന് പറയുന്നത്. അദ്ദേഹം കാർഷിക മീൻസ് ആൾക്കാർക്ക് പൈസയ്ക്കൊന്നുമില്ല, അപ്പോൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് വായ്പകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ത് വായ്പ? സോന്താർ എന്നാണ്. അപ്പോൾ വായ്പകൾ കൊടുത്തിട്ടുള്ള രാജാവാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ന് പറഞ്ഞത്. അതിനെ പറയുന്ന പേരാണ് സോന്താർ എന്നുകൂടി ഓർത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ സമയത്ത് നമ്മളുടെ ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ള ഒരു മൊറോക്കൻ സഞ്ചാരിയായിരുന്നു ഇബ്നു ബത്തൂത്ത. ഈ ഇബ്നു ബത്തൂത്തയെ നമ്മൾ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ പറ്റി എന്ത് പറഞ്ഞത്, നിർഭാഗ്യവാനായ ആദർശവാദി എന്ന് പറഞ്ഞത് ഇബ്നു ബത്തൂത്തയാണ്. അപ്പോൾ ഈ ഇബ്നു ബത്തൂത്ത മൊറോക്കൻ സഞ്ചാരിയാണെന്ന് ഓർത്തിരിക്കുക. അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ഡൽഹിയിലെ ഖാസിയായിട്ട് കിതാബ് ഉൽ റിഹ്ല എന്ന് പറയുന്ന ഒരു സ്ഥാനം ആര് കൊടുത്തു, മുഹമ്മദ് ബിൻ തുഗ്ലക്ക് കൊടുത്തു. അപ്പോൾ കിതാബ് ഉൽ റിഹ്ല സ്ഥാനമുള്ള മൊറോക്കൻ സഞ്ചാരി ആരാണ്, ഇബ്നു ബത്തൂത്തയാണെന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ സമയത്താണ് ഡൽഹിയിലെ 4ാമത്തെ മധ്യകാല നഗരമായിട്ടുള്ള ജഹാൻപന ഉണ്ടാക്കിയത്. ഏത് സമയത്താണ്, മുഹമ്മദ് ബിൻ തുഗ്ലക്കാണെന്ന് ഓർത്തിരിക്കുക. അങ്ങനെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലം കഴിഞ്ഞു. അടുത്ത രാജാവായിട്ട് ആര് വന്നു, ഫിറോസ് ഷാ തുഗ്ലക്ക് വന്നു. ഇനി ഫിറോസ് ഷാ തുഗ്ലക്കിനെ പറ്റി പറയുമ്പോൾ ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ ഭരണകാലഘട്ടം 1351 മുതൽ 1388, കുറച്ചധികം കാലം അദ്ദേഹം കുറച്ച് കാലം ഉണ്ടായിരുന്നത്. ഓക്കെ, 1351 മുതൽ 1388 ഓർത്തിരിക്കുക. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിട്ടുള്ള തുഗ്ലക് സുൽത്താനാണ് ആര്, ഫിറോസ് ഷാ തുഗ്ലക്. അപ്പോൾ ഈ തുഗ്ലക് രാജവംശത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച തുഗ്ലക് സുൽത്താൻ ആരായിരുന്നു, ഫിറോസ് ഷാ തുഗ്ലക് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർമ്മിതികളാണ് ഹിസാർ, ഫിറോസാബാദ്,
ഫത്തേഹാബാദ്, ജാൻപൂർ. അപ്പം ഈ ഫിറോസ് തുഗ്ലക്കിന് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഫിറോസാബാദ്, ഫത്തേഹാബാദ് അങ്ങനെയൊക്കെ ഓർത്തിരിക്കാം. പിന്നെ ഹിസാറും ജാൻപൂറും ഒക്കെ ഈ നഗരങ്ങളിൽ നിർമ്മിച്ചത് ഫിറോസ് ഷാ തുഗ്ലക് ആണെന്നും കൂടി ഓർത്തിരിക്കാം. ഇനി ഈ ഫിറോസ് ഷാ തുഗ്ലക്കിനെ പറ്റി പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട മെയിൻ പോയിന്റ്, നികുതി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, ഇദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ കാരണം നാട്ടിൽ മൊത്തം അതിൻ്റെ കഷ്ടപ്പാടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും എന്ത് വേണം, പൈസ, ഖജനാവിലൊക്കെ പൈസ കാലി ആയതുകൊണ്ട് ഖജനാവിലേക്ക് പൈസ കൊണ്ടുവരണം. അപ്പോൾ ഖജനാവിലേക്ക് പൈസ കൊണ്ടുവരാനുള്ള മെയിൻ സാധനം എന്താ, നികുതിയാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അങ്ങനെ നികുതി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയാണ്. അപ്പോൾ ലിങ്ക് ചെയ്ത് പഠിക്കുമ്പോൾ എന്തായാലും മറക്കൂല. നികുതി പരിഷ്കാരങ്ങൾ ആരെന്ന് കൊണ്ടുവന്ന് നമുക്ക് ഓൾറെഡി നമുക്കറിയാം, ഫിറോസ് തുഗ്ലക്ക്. എന്തുകൊണ്ടാണ് വേറെ നിവൃത്തിയില്ലാതെ ഫിറോസ് തുഗ്ലക്കിനെ കൊണ്ടുവന്നേ പറ്റത്തുണ്ടായിരുന്നുള്ളൂ. ആ നികുതി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നാണ് ഫിറോസ് ഷാ തുഗ്ലക്ക് എന്ന് പറയുന്നത്. മെയിൻലി 4 നികുതികളാണ് കൊണ്ടുവന്നത്: ഖരാജ്, സക്കാത്ത്, ജിസിയ, ഹംസ്. അങ്ങനെ പറയുന്നുണ്ടോ? ഓക്കെ, ഖരാജ് എന്ന് പറയുമ്പോഴത്തേക്കും കൃഷിഭൂമിയിൽ നിന്നുമുള്ള നികുതിയാണ് ഖരാജ് എന്ന് പറയുന്നത്. ഈ വിളവിൻ്റെ 10% നികുതിയായിട്ട് കൊടുക്കണം. അതാണ് ഈ ഖരാജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സക്കാത്ത് എന്ന് പറയുമ്പോഴത്തേക്കും മുസ്ലിമുകളിൽ നിന്നും ദാനധർമ്മ നികുതിയായിട്ട് അവരുടെ സ്വത്തിൻ്റെ 2.5% സക്കാത്തായിട്ട് നികുതി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജിസിയ ഉണ്ടായിരുന്നു. മുസ്ലിമുകൾ അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന സംരക്ഷണ നികുതിയാണ് ജിസിയ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ബ്രാഹ്മണരുടെ മേലെ നികുതി ചുമത്തിയും ജിസിയാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഹംസ് ഉണ്ടായിരുന്നു. എന്താണ് ഹംസ് എന്ന് പറയുന്നത്? യുദ്ധത്തിൽ നിന്നും പിടിച്ചെടുത്ത സ്വത്തിൻ്റെ 1/5 ഭാഗമാണ് ഹംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക. നികുതി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് ആരായിരുന്നു? ഫിറോസ് ഷാ തുഗ്ലക്ക് ആണെന്ന് ഓർത്തിരിക്കുക. 4 നികുതി പരിഷ്കാരങ്ങളാണ് മെയിനായിട്ട് ഓർത്തിരിക്കാനുള്ള. ഖരാജ്, വിളവിൻ്റെ 10%, സക്കാത്ത്, മുസ്ലിമുകളിൽ നിന്ന് വാങ്ങിയത്, ജിസിയ, നോൺ മുസ്ലിമിൽ നിന്നുള്ള ടാക്സ്, പിന്നെ ഹംസ് എന്തായിരുന്നു? യുദ്ധത്തിൽ നിന്നും പിടിച്ചെടുത്ത ടാക്സ്. അത്രയും കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാം. ഇനി ഓർക്കേണ്ട വേറൊരു പോയിന്റ്, നമുക്കറിയാം കൃഷിക്ക് വകുപ്പ് കൊണ്ടുവന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ആണെങ്കിലും കൃഷി ജലസേചനം എന്നൊരു കാര്യം, കനാലുകൾ, യമുനയിലും സത്ലജിലും കനാലുകളും മറ്റും നിർമ്മിച്ചത് ആരായിരുന്നു? നമ്മളുടെ ഫിറോസ് ഷാ തുഗ്ലക്കാണ്. അപ്പം കനാല് നിർമ്മിച്ചത് അല്ലെങ്കിൽ ജലസേചന പദ്ധതി കൊണ്ടുവന്നത് ആരെന്ന് ചോദിച്ചാൽ ആരായിരിക്കും? ഫിറോസ് ഷാ തുഗ്ലക്കാണ് ഓർത്തിരിക്കുക. മാത്രമല്ല ആ ഒരു അവസ്ഥ ഭയങ്കര കഷ്ടമായതുകൊണ്ട് തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് കൊണ്ടുവന്നു. ദരിദ്രരായിട്ടുള്ള മുസ്ലിം പെൺകുട്ടികൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കാനായിട്ട് ദിവാൻ ഇ ഖൈറാത്ത്. അപ്പോൾ ഖൈറാത്ത് എന്താണ്? ദിവാനി ഖൈറാത്ത്, ദരിദ്രരായിട്ടുള്ള മുസ്ലിം പെൺകുട്ടികളെ വിവാഹം ചെയ്ത് കഴിപ്പിക്കാനുള്ളതാണ് ദിവാനി ഖൈറാത്ത് എന്ന് പറയുന്നത്. ചികിത്സയ്ക്കായിട്ട് ദാറുൽ ഷിഫ. അപ്പോൾ ഷിഫ വന്നിട്ട് ചികിത്സയ്ക്കും ഖൈറാത്ത് വന്നിട്ട് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാനുമായിട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നുകൂടിയൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ ഷിഫ വെച്ചിട്ട് ആശുപത്രി ചികിത്സ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നെന്നും കൂടി ഓർത്തിരിക്കുക. അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ അടിമകൾ ഉണ്ടായിരുന്ന സുൽത്താനാണ് ആര്? ഫിറോസ് ഷാ തുഗ്ലക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അടിമകൾക്കായിട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് ദിവാനി ബന്ദഗാൻ. അപ്പം നമുക്കറിയാം അടിമ എന്ന് ബന്ധനസ്ഥനായിട്ടുള്ള ആൾക്കാരാണ് അടിമ. അപ്പം ബന്ദഗാൻ എന്ന ഡിപ്പാർട്ട്മെന്റ് ആർക്കാണ്? അടിമകൾക്കാണെന്നും കൂടി ഓർത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ കുത്തബ് മിനാർ നമുക്ക് എല്ലാ രാജവംശത്തിലും വരുന്നുണ്ടാവും. കഴിഞ്ഞ് നമുക്കറിയാം കൊണ്ടുവന്നത് നമുക്ക് അടിമ രാജവംശമാണ്. അതിലെനിക്ക് തോന്നുന്നു മറ്റേ അലൈ ദർവാസ കൊണ്ടുവന്നത് ഖിൽജി രാജവംശമാണ്. അതിൽ മിന്നലൊക്കെ പെട്ടിട്ട് കുറേ അധികം കേടുപാടുകളൊക്കെ വന്നിട്ടുണ്ടാകും. അതൊക്കെ സത്യം പറഞ്ഞാൽ അത് അകറ്റിയിട്ട് അതിന് കുറച്ചും കൂടെയൊക്കെ ഒന്ന് ബിൽഡ് ചെയ്തൊക്കെ കൊണ്ടുവന്നത് ആരായിരുന്നു? ഫിറോസ് ഷാ തുഗ്ലക്ക് ആണ് എന്ന് കൂടി ഓർത്തിരിക്കുക. മാത്രമല്ല ഈ ഹരിയാനയിലെ സ്ഥലമാണ് ഡോപ്ര. ഈ ഡോപ്രയിൽ നിന്നും മീററ്റിൽ നിന്നുമൊക്കെ 2 അശോക സ്തംഭങ്ങൾ ആര് കൊണ്ടുവന്നു? ഫിറോസ് ഷാ തുഗ്ലക്ക് കൊണ്ടുവന്നു എന്ന് ഓർത്ത്. അപ്പോൾ 2 അശോക സ്തംഭങ്ങൾ കൊണ്ടുവന്നു എന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇദ്ദേഹത്തിന് സമയത്താണ് മഹേന്ദ്ര സൂര്യ എന്ന് പറയുന്ന ഒരാൾ ഇദ്ദേഹം സദസ്സിലുണ്ടായിരുന്നു. അദ്ദേഹമാണ് മറ്റേ ഈ നക്ഷത്രങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞ അസ്ട്രോലേബ് പോലത്തൊരു സാധനം ഉണ്ടാക്കിയത്. യന്ത്ര രാജ ഉണ്ടാക്കിയത് ആരാണ്? ഈ മഹേന്ദ്ര സൂര്യ ആണെന്നും കൂടി ഓർത്തിരിക്കുക. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഫതുഹത്ത് ഇ ഫിറോസ ഷാഹി. ഫിറോസ ഷാഹി പേര് പോലെ തന്നെ ഫിറോസ് തുഗ്ലക്കിൻ്റെ ഇതാണെന്നും കൂടെ ഓർത്തിരിക്കുക. ഇനി ഇദ്ദേഹത്തിൻ്റെ സമയത്താണ്, നമ്മുടെ ഈ തുഗ്ലക്ക് രാജവംശത്തിൻ്റെ സമയത്താണ് തൈമൂർ യുദ്ധം ഉണ്ടാകുന്നത്. അപ്പം തിമൂർ ആക്രമണം നടക്കുന്നപ്പോഴാണ് തുഗ്ലക്ക് വംശത്തിൻ്റെ സമയത്താണെന്നും അത് തിമൂർ ആക്രമണത്തിൽ ഏറ്റവും അവസാനത്തെ തുഗ്ലക്ക് രാജാവായ നസറുദ്ദീൻ മുഹമ്മദിനെ ആക്രമിക്കുകയും അതെന്ത് ചെയ്തു? തിമൂർ രാജാവിനെ കീഴ്പ്പെടുത്തുകയും ചെയ്തു എന്നുകൂടി ഓർത്തിരിക്കുക. അപ്പോൾ തിമൂർ തലസ്ഥാനമാണ് സമർഖണ്ഡ് എന്നും കൂടി ഓർത്തിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിമൂർ ആണെങ്കിൽ അത് ഈ ഒരു ഡൽഹി സുൽത്താനെ നോക്കാനായിട്ട് ഖിസിർ ഖാനെ ഏൽപ്പിക്കുകയും പിന്നീട് ഖിസിർ ഖാനെ 14 ആയപ്പോഴത്തേക്കും ഡൽഹി രാജവംശം
ഡൽഹി രാജവംശം പിടിച്ചെടുക്കുകയും അങ്ങനെ 1414 മുതൽ കിസിർ ഖാന്റെ നേതൃത്വത്തിൽ സയ്യിദ് രാജവംശം ഇന്ത്യയിൽ സ്ഥാപിതമാകുകയും ചെയ്തു. സയ്യിദ് രാജവംശത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്തായിരുന്നു? സുൽത്താനേറ്റ് എന്ന് പറഞ്ഞ പദവി ഉപയോഗിക്കാത്ത ഒരേ രാജവംശമാണ് സയ്യിദ് രാജവംശം എന്നുകൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇത് ഇത്രയുമാണ് നമുക്ക് തുഗ്ലക് രാജവംശത്തിൽ പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തുഗ്ലക് രാജവംശത്തിന്റെ സ്ഥാപകനാരായിരുന്നു? ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ് എന്ന് ഓർത്തിരിക്കുക. ഈ ഗിയാസുദ്ദീൻ തുഗ്ലക്ക് തടിപ്പന്തൽ വീണ് മരിച്ചപ്പോഴത്തേക്ക് മുഹമ്മദ് ബിൻ തുഗ്ലക് വന്നിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെയാണ് ബുദ്ധിമാനായ വിഡ്ഢി, വിപരീതങ്ങളുടെ മിശ്രിതം. ബുദ്ധിമാനായ വിഡ്ഢിനെ ആര് വിളിച്ചു? വിൻസെന്റ് സ്മിത്ത് ബുദ്ധിമാനായ വിഡ്ഢി എന്ന് വിളിച്ചു. ലെയ്ൻ പൂൾ എന്ത് പറഞ്ഞു? വിപരീതങ്ങളുടെ മിശ്രിതം എന്ന് പറഞ്ഞു. ഇബ്നു ബത്തൂത്ത എന്ത് പറഞ്ഞു? നിർഭാഗ്യവാനായ ആദർശവാദി എന്ന് പറഞ്ഞു. എഡ്വേർഡ് തോമസ് എന്ത് പറഞ്ഞു? നാണയ നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും ചിത്തപ്പറ്റി ഇദ്ദേഹത്തിന് വരാൻ കാരണം? തലസ്ഥാനം ഡൽഹിയിൽ നിന്നും എങ്ങോട്ട് മാറ്റി? ദേവഗിരിയിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഇദ്ദേഹത്തിന്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ വലിയ രീതിയിൽ സാമ്രാജ്യം നല്ല വിശാലമായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സാമ്രാജ്യത്തിനെ പ്രവിശ്യകളായിട്ട് തരംതിരിക്കുകയും അങ്ങനെ 23 പ്രവിശ്യകളായിട്ട് മാറ്റുകയും അങ്ങനെ 23ാമത്തെ പ്രവിശ്യയാണ് ദേവഗിരി എന്നും ആ തലസ്ഥാനത്ത് മാറ്റിക്കൊണ്ട് പോയപ്പോൾ ഒരുപാടധികം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇത്രയും വിപുലീകരമായ ഒരു ഇത്രയും അധികം വിസ്തൃതിയുള്ള സാമ്രാജ്യമായതുകൊണ്ട് തന്നെ അതിർത്തിയിലൊന്നും അധികം ശ്രദ്ധ ചെലുത്താൻ ആർക്ക് പറ്റിയില്ല? മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അതിർത്തിയിലൊക്കെ കുഞ്ഞു കുഞ്ഞു സാമ്രാജ്യമായിട്ടുള്ള വിജയനഗര സാമ്രാജ്യം 1334 ബെമ്മിനി സുൽത്താനേറ്റ് 1347 രൂപകൽപ്പനപ്പെട്ടു എന്നുകൂടി ഓർത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് നാണയങ്ങളുടെ രാജകുമാരൻ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ട്? അടയാള നാണയങ്ങളായിട്ടുള്ള ടോക്കൺ കറൻസി ഇദ്ദേഹം കൊണ്ടുവന്നു. പക്ഷെ ആദ്യമായി ലോകത്ത് കൊണ്ടുവന്ന ചൈനയിൽ കുബ്ലായ് ഖാൻ ആണെന്ന് ഓർത്തിരിക്കുക. സ്വർണം വെള്ളി നാണയങ്ങൾക്ക് പകരം ചെമ്പ് നാണയം കൊണ്ടുവന്നു. നല്ലൊരു പരിഷ്കാരമാണ് ആണെങ്കിൽ പോലും അത് ഫ്ലോപ്പായിട്ട് മാറുകയും ഒരുപാടധികം നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കാരണമായിട്ട് ഇദ്ദേഹത്തിന് എന്ത് പറ്റി? കൃഷി വികസിക്കാനായിട്ട് ദിവാനി കോഫി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കൃഷി വായ്പകളായിട്ട് സോന്താർ കൊണ്ടുവന്നു എന്നുകൂടി ഓർത്തിരിക്കുക. ഇദ്ദേഹത്തിന്റെ സമയത്ത് ഡൽഹി സുൽത്താനേറ്റ് സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത എന്ന് പറയുന്നത്. ഇബ്നു ബത്തൂത്തന് കിതാബ് ഉൽ റിഹ്ല എന്ന സ്ഥാനം കൊടുത്തു എന്ന് കൂടി ഓർത്തിരിക്കുക. ഇദ്ദേഹത്തിന്റെ സമയത്താണ് ജഹാൻപന എന്ന് പറയുന്ന നഗരം സൃഷ്ടിച്ചതെന്നും കൂടി ഓർത്തിരിക്കുക. ഇതിനുശേഷം വന്നതാണ് ഫിറോസ് ഷാ തുഗ്ലക് ആണ്. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച തുഗ്ലക് രാജാവാണ് ഫിറോസ് ഷാ തുഗ്ലക് എന്ന് ഓർത്തിരിക്കുക. ഇദ്ദേഹമാണ് ഫിറോസാബാദ്, ഫത്തേഹാബാദ്, ജാൻപൂർ, ഹിസാറൊക്കെ ഉണ്ടാക്കിയതെന്ന് കൂടി ഓർത്തിരിക്കുക. ഇദ്ദേഹത്തിന്റെ സമയത്താണ് നികുതി പരിഷ്കാരങ്ങളായിട്ടുള്ള ഖരാജ് ഓഫ് ദി കൃഷി, സക്കാത്ത് ഓഫ് ദി മുസ്ലിം, ജിസിയ ഫോർ ദി നോൺ മുസ്ലിം, ഹംസ് ഫ്രം ദി യുദ്ധത്തിന്റെ സാധനങ്ങൾ എന്ന നികുതി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് ഓർത്തിരിക്കുക. ജലസേചനത്തിന് വേണ്ടി കനാലുകൾ യമുനയ്ക്കും സത്ലജിനും ഇടയിൽ ഉണ്ടാക്കി എന്നുള്ളത് ഓർത്തിരിക്കുക. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുസ്ലിം പെൺകുട്ടികളെ വിവാഹം കഴിക്കാനായിട്ട് ദിവാനി ഖൈറാത്ത് കൊണ്ടുവന്നെന്ന് ഓർത്തിരിക്കുക. ദാർ ഉൽ ഷിഫ എന്ന് പറയുന്ന ആശുപത്രികൾ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയെന്ന് ഓർത്തിരിക്കുക. അടിമകൾക്ക് ഏറ്റവും കൂടുതൽ അടിമകൾ ഉണ്ടായിരുന്നത് ഫിറോസ് ഷാ തുഗ്ലക്കിനാണെന്ന് ഓർത്തിരിക്കുക. ദിവാനി ബന്ദഖാൻ ഉണ്ടാക്കിയത് ഫിറോസ് ഷാ തുഗ്ലക് ആണെന്ന് ഓർത്തിരിക്കുക. കുത്തബ് മിനാറിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടാക്കിയത് ഫിറോസ് ഷാ തുഗ്ലക് ആണെന്ന് ഓർത്തിരിക്കുക. അദ്ദേഹം 2 അശോക സ്തംഭങ്ങൾ ഫ്രം ടോപ്ര ആൻഡ് മീററ്റ് കൊണ്ടുവന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. അദ്ദേഹത്തിന്റെ സദസ്യനായിരുന്ന വ്യക്തിയാണ് മഹേന്ദ്ര സൂര്യ എന്ന് ഓർത്തിരിക്കുക. അദ്ദേഹമാണ് അസ്ട്രോലേബ് ഉണ്ടാക്കിയതെന്ന് കൂടി ഓർത്തിരിക്കുക. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഫത്തുഹത്ഫുൽ ഈ ഫിറോസ ഷാഹി എന്ന് കൂടി ഓർത്തിരിക്കുക. ഈ തുഗ്ലക് സമയത്താണ് തിമൂർ ഇന്ത്യ ആക്രമിച്ചെന്ന് ഓർത്തിരിക്കുക. അങ്ങനെ എന്ത് ചെയ്തു? തിമൂർ അദ്ദേഹത്തെ രാജ്യം നോക്കാനായിട്ട് കിസിർ ഖാനെ ഏൽപ്പിക്കുകയും പിന്നെ കിസിർ ഖാൻ 14 നൈസായിട്ട് എന്ത് കൊണ്ടുവരികയും ചെയ്തു? സയ്യിദ് രാജവംശം കൊണ്ടുവന്നു എന്നുകൂടി ഓർത്തിരിക്കുക.